ജഗച്ഛേതാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. സത്തിനെയും ആകാശത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് വിദ്യാരണ്യ സ്വാമികൾ നടത്തുന്നത്. ഭിന്നേ വിയത്സതി ശബ്ദഭേദാത് ബുദ്ധേശ്ച ഭേദതഃ വായുവാദിഷ്വനുവൃത്തം സത് നതു വ്യോമേതി ഭേദധീഹി. ആകാശവും സത്തും, സത്തിൻ്റെ പല സ്വഭാവങ്ങളും സവിശേഷതകളും ആകാശത്തിനുണ്ടെങ്കിലും ആകാശവും സത്തും ഭിന്നങ്ങളാണ്. എന്തുകൊണ്ട്? 3 കാരണങ്ങളാണ് പറയുന്നത്. ശബ്ദവ്യത്യാസം കൊണ്ട് തന്നെ അവ വിഭിന്നങ്ങളാണ്. കാരണം ഒന്ന് ആകാശവും മറ്റേത് സത്ത് എന്ന പേരോട് കൂടിയതുമാണ്. ഇനി രണ്ടാമത്തേത് ബുദ്ധിവൃത്തി അല്ലെങ്കിൽ ആശയം. ഈ 2 വാക്കുകളും സത്ത് എന്നുള്ളതും ആകാശം എന്നുള്ള വാക്കും ധ്വനിപ്പിക്കുന്ന അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. സത്ത് ഉണ്മ, ആകാശം എന്ന് പറഞ്ഞാൽ പൊള്ളയായ ഒന്ന് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ശരി. അർത്ഥവ്യത്യാസം ഈ വാക്കുകൾക്കുണ്ട് എന്നുള്ളത് തന്നെ ഇവ രണ്ടും വിഭിന്നങ്ങളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ വായുവാദിഷ്വനുവൃത്തം സത്ത്, വായു, അഗ്നി തുടങ്ങിയ മറ്റു ഭൂതങ്ങളിൽ സത്ത് വ്യാപിച്ചു നിൽക്കുന്നു. സത്ത് ഏതിൽ വ്യാപിച്ചു നിൽക്കുന്നുവോ അവയെ നാം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ സത്തിന് വ്യാപ്തിയുണ്ട്, സത്ത് അതിൽ വ്യാപിച്ചിരിക്കുന്നു. സത്ത് വ്യാപിച്ചിരിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ശൂന്യത പോലും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഉണ്മ ശൂന്യതയിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഉണ്മ ശൂന്യതയിൽ വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശൂന്യമാണോ? സത്തിന്റെ വ്യാപകതയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സത്ത് തന്നെ ശൂന്യതയുടെ രൂപം കൈക്കൊണ്ട് പ്രകാശിക്കുന്നു. ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും സത്തിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കെ ഈ സത്തിനെ ഞങ്ങൾ മറന്നുപോകുന്നു എന്ന് ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെന്താ? ബുദ്ധിക്ക് അതെന്താണെന്ന് നേരെ പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ മറന്നുപോകുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. പോട്ടെ, സത്തിന് എല്ലാ ഭൂതങ്ങളിലും വ്യാപ്തിയുണ്ട്. എന്നാൽ ആകാശത്തിന് അങ്ങനെ വ്യാപ്തിയില്ല. ആകാശം ജലത്തിലും ഭൂമിയിലുമൊക്കെ വ്യാപിച്ചിരുന്നു എങ്കിൽ അവയൊക്കെ പൊള്ളയായി തീരണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഭൂമി കട്ടിയുള്ളതാണ്. അപ്പോ ആകാശത്തിന് മറ്റു ഭൂതങ്ങളിൽ വ്യാപ്തിയില്ല, എന്നാൽ സത്തിന് വ്യാപ്തിയുണ്ട്. സത്ത് അവയിലൊക്കെ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടും ആകാശവും സത്തും വേറെ വേറെയാണ്, ഒന്നല്ല. ഇനി 4 ഭൂതങ്ങൾക്കും പ്രത്യേകം പേര് കൊടുക്കുന്നുണ്ടല്ലോ, ആകാശമല്ലാത്ത 4 ഭൂതങ്ങൾക്കും. അവയിലൊക്കെ ആകാശത്തിന്റെ വ്യാപ്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജലവും ആകാശം, ഭൂമിയും ആകാശം, അഗ്നിയും ആകാശം, വായുവും ആകാശം എന്നിങ്ങനെ വ്യവഹരിക്കുമായിരുന്നല്ലോ. അങ്ങനെ വ്യവഹരിക്കാതിരിക്കുന്നത് കൊണ്ട് ആകാശത്തിന് ഈ ഭൂതങ്ങളിൽ വ്യാപ്തിയില്ല, എന്നാൽ ഇവയൊക്കെ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് സത്തിന് ഈ ഭൂതങ്ങളിൽ വ്യാപ്തിയുണ്ട്. ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യം. ഇനി ഈ കാര്യം കാരണം ഈ രണ്ടിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കുടം കാര്യം, കളിമണ്ണ് കാരണം. അപ്പൊ ഈ കാരണം തന്നെയാണ് കാര്യമായി തീർന്നിരിക്കുന്നത് എങ്കിലും അതിന് വേറൊരു രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. കാരണമില്ലാതെ കാര്യമില്ല. കളിമണ്ണ് ഇല്ലാതെ കുടം നിലവിൽ വരികയില്ല. എന്നാൽ കളിമണ്ണിൽ ഇല്ലാത്ത ഒന്ന് കുടത്തിൽ കലർന്നിരിക്കുന്നു. കളിമണ്ണ് കുടത്തിലുണ്ട്, കളിമണ്ണില്ലാതെ കുടമില്ല. പക്ഷേ കളിമണ്ണിൽ ഇല്ലാത്ത ഒന്ന് കുടത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതെന്താണ്? കുടം എന്നുള്ള ഭാവന, കുടം എന്നുള്ള സങ്കല്പം, അതുമല്ലെങ്കിൽ കുടം എന്ന ആകൃതി. ആകൃതി ഒരിക്കലും വസ്തുവല്ല കേട്ടോ, രൂപം ഒരിക്കലും വസ്തുവല്ല. രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നത് എന്തോ അതാണ് ഉണ്മ അല്ലെങ്കിൽ സത്ത്. അപ്പോ കുടം എന്നുള്ള ഉത്പന്നം ഉണ്ടാകുമ്പോൾ കാരണഭൂതമായ ഉള്ളതായ കളിമണ്ണും കാരണത്തിൽ ഇല്ലാത്തതായ നാമരൂപവും കലരുന്നുണ്ട്. കാരണത്തിൽ എന്ന് പറഞ്ഞാൽ കുറെ കളിമണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു, അതില് നാമരൂപമൊന്നും ഇല്ലല്ലോ. പക്ഷെ കുടത്തിൽ അങ്ങനെയല്ല, നാമരൂപമുണ്ട്. രൂപം ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നതാണ്.
ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നാം രൂപത്തെ അറിയുന്നത്. പേര് അത് നമ്മൾ നൽകുന്നതാണ്. ഇത് രണ്ടും കള്ളം. ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. വളരെ ലളിതമായ ഉദാഹരണം കൊണ്ട് പരമസത്യത്തെ ഉപനിഷത്ത് പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്നു. നോക്കൂ, പേരും രൂപവും കള്ളം. നാമരൂപരഹിതമായ ഒന്നാണ് നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിന്ന് നാമരൂപങ്ങൾക്ക് ഉണ്മ നൽകുന്നത്. അത് സത്യം, അല്ലെങ്കിൽ യഥാർത്ഥ വസ്തു. ഇനി നമുക്ക് 68ാമത്തെ പദ്യത്തിലേക്ക് കടക്കാം. സദ്വസ്ത്വധിക വൃത്തിത്വാത് ധർമ്മി വ്യോംനസ്തു ധർമ്മത ധിയാ സതഃ പൃഥക്കാരേ ബ്രൂഹി വ്യോമ കിമാത്മകം. ചർച്ച അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആര്? വിദ്യാരണ്യ സ്വാമി. സദ്വസ്തു അധിക വൃത്തിത്വാത് ധർമ്മി. നമ്മൾ ധർമ്മി ധർമ്മം ഈ രണ്ട് വാക്കിന്റെയും അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. എന്താണ് ധർമ്മി? എന്തെങ്കിലും ഒരു ഗുണം, ഒരു സവിശേഷത ആരുടേതാണോ അതാണ് ധർമ്മി. ആ ഗുണത്തെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. അഗ്നി ധർമ്മി, ചൂട് ധർമ്മം, ജലം ധർമ്മി, ഒഴുകാനുള്ള കഴിവ് അല്ലെങ്കിൽ ദ്രവത്വം ധർമ്മം. ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക. സദ്വസ്തുവിനാണ് അധികവൃത്തിത്വം എന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യാപകത. എന്തുകൊണ്ട്? ആകാശത്തിന് വ്യാപകതയില്ലേ എന്ന് ചോദിച്ചാൽ ആകാശത്തിന് വ്യാപകത ഉണ്ടെങ്കിലും ആകാശത്തിൽ പോലും വ്യാപിച്ചു നിൽക്കുന്നത് സത്താണ്. അതുകൊണ്ടാണ് ആകാശമുള്ളതായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ധർമ്മി ബ്രഹ്മമാണ്, അല്ലെങ്കിൽ സത്താണ്. അതിൻ്റെ ഒരു ധർമ്മം മാത്രമാണ് ആകാശം. ധർമ്മിയും ധർമ്മവും എങ്ങനെ ഒന്നാകും? ഒന്നാണെന്നും പറയാൻ പറ്റില്ല, ഭിന്നമാണെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ധർമ്മധർമ്മി ഭാവം ഈ സത്തിലും ആകാശത്തിലും കാണാനുണ്ട്. വിദ്യാരണ്യ സ്വാമികൾ ചോദിക്കുന്നതല്ല. ധിയാ സതഃ പൃഥക്കാരെ, നിങ്ങൾ ബുദ്ധി കൊണ്ട് ആകാശത്തിൽ നിന്ന് സത്തിനെ വേർതിരിച്ചാൽ ബാക്കി എന്ത് അവശേഷിക്കും എന്ന് പറയൂ. ആകാശത്തിൽ ബാക്കി എന്ത് ഉണ്ടാവും? എന്താ ചെയ്യേണ്ടത്? ആകാശത്തിൽ നിന്ന് സത്തിനെ വേർതിരിക്കണം. അതിന് പരീക്ഷണശാലയുടെ ആവശ്യമൊന്നുമില്ല. എന്താ? സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്താൽ മതി. ആകാശത്തിൽ നിന്ന് ഉണ്മയെ മാറ്റിയാൽ പിന്നെന്തുണ്ടാവും? ശൂന്യത. ആകാശം ഉണ്ട് എന്നാണല്ലോ അനുഭവം. അതിൽ ഉണ്മയെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ആകാശം ഏത് സ്വരൂപത്തോടു കൂടിയതായിരിക്കും? അതാണ് ചോദിക്കുന്നത്. ധിയാ സതഃ പൃഥക്കാരെ ബ്രൂഹി വ്യോമ കിമാത്മകം. ആകാശത്തിൽ നിന്ന് സദ്ഭാവത്തെ നീക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആകാശം അതിന്റെ സ്വരൂപം എന്ത്? സ്വരൂപം എന്താന്ന് ചോദിച്ചാൽ ആകാശം എന്നൊന്നില്ല, ഒന്നുമില്ലായ്മയായിരിക്കും അനുഭവപ്പെടുക. ഏത് വസ്തുവിൽ നിന്നും ഉണ്മ എന്നുള്ള ഘടകത്തെ, അസ്തിത്വം എന്നുള്ള അംശത്തെ മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ശൂന്യതയായിരിക്കും. അപ്പോ ആകാശത്തിൽ നിന്ന് സദ്ഭാവത്തെ മാറ്റിയാൽ ആകാശത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. എന്ന് പറഞ്ഞാൽ ആകാശം തന്നെ ഇല്ലാതെയാവും എന്നർത്ഥം. ആകാശം എങ്ങനെ ഇല്ലാതാവും എന്നൊരു ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചുവല്ലോ. ആകാശം പ്രളയത്തിൽ എങ്ങനെയാ ഇല്ലാതാവുന്നത്? ഒന്നുമില്ല, ആകാശത്തിന്റെ അനുഭവം ഇല്ലാതാവും. അത് തന്നെയാണ് ആകാശത്തിന്റെ ഇല്ലാതാകൽ. സദ്വസ്തുവും ആകാശവും കൂടി ചേർന്നതാണല്ലോ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശം എന്നുള്ള അനുഭവത്തിൽ സത്വമുണ്ട്, ആകാശം എന്നുള്ള മായാകാര്യവുമുണ്ട്. ഈ മായാകാര്യം പൊള്ളയാണ് എപ്പോഴും. മായാകാര്യത്തിൽ സദ്വസ്തു വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആകാശം ഉള്ളതായി തീരുന്നത്. മണ്ണും ഘടഭാവനയും കൂടിച്ചേർന്നതാണ് ഘടം. കുടമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏതൊക്കെ അംശങ്ങളാണെന്ന് ചോദിച്ചാൽ മണ്ണ് വേണമല്ലോ. മണ്ണില്ലാതെ കുടം പ്രത്യക്ഷപ്പെടില്ല. അപ്പൊ മണ്ണുകൊണ്ട്, മണ്ണല്ലാതെ വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുകൂടെ ഉണ്ട്, ആകൃതി. കുടം എന്നുള്ള ആ രൂപം ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കുടം എന്നൊരു പേര് കൂടെ കൊടുക്കുന്നു. ഘടം എന്നുള്ള ഒരു ആശയവും മണ്ണും കൂടെ ചേർന്നിട്ടാണ് കുടം ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഇതിൽ മണ്ണ് സത്തയും ഭാവന മിഥ്യയുമാണ്. ഭാവന എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം, ആശയം, അത് കള്ളമാണ്. മണ്ണാണ് വാസ്തവം. സത്തയുടെ കൂടെ ഭാവനയും കൂടെ ചേരുമ്പോ ആണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇനി ഈ പ്രപഞ്ചത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാനില്ല, അറിയാനില്ല. സത്തയും ഭാവനയും അല്ലെങ്കിൽ സങ്കല്പവും
ചേർന്നതാണ് പ്രപഞ്ചം. കഴിഞ്ഞു, തീർന്നു. അതിൽ ഭാവന അല്ലെങ്കിൽ സങ്കല്പം മായയുടെ തലത്തിലാണ്, സത്ത് ഉള്ള വസ്തുവുമാണ്. ഇനി എന്താ സംശയം? ഈ പ്രപഞ്ചത്തിലുള്ള എന്തിന്റെയും കഥ ഇത് തന്നെയല്ലേ? വേറെന്താ? മണ്ണാകുന്ന സത്തയോട് കൂടിച്ചേർന്നത് കൊണ്ട് മിഥ്യയായ ഭാവന കൂടെ സത്യമെന്ന പോലെ വിളങ്ങുന്നു. മണ്ണാകുന്ന സത്തയോട് കൂടി ചേർന്നത് കൊണ്ട്, മണ്ണാണ് അവിടെ വാസ്തവം. മണ്ണില്ലാത്ത സ്ഥലത്ത് കുടമില്ല. നമ്മൾ എത്ര ഭാവന ചെയ്താലും അത് നമ്മുടെ ഭാവനയിലുള്ള കുടമാകും എന്നുള്ളതല്ലാതെ മൺകുടമാവില്ല. സാങ്കല്പികമായ കുടം മാത്രമേ ആവൂ. അപ്പോ മണ്ണ് എന്നുള്ള സത്യവും അല്ലെങ്കിൽ സത്തയും മിഥ്യയായ ഭാവനയും കൂടി ചേരുമ്പോഴാണ് മൺകുടം ഉള്ളതായി തീരുന്നത്. അതാണ് ഘടം അല്ലെങ്കിൽ കുടം. അതുപോലെ സദ്വസ്തുവാകുന്ന സത്തയും ആകാശഭാവനയും കൂടി ചേർന്നപ്പോൾ ഉണ്ടായതാണ് ആകാശം. മണ്ണാകുന്ന സത്തയെ നീക്കിയാൽ എപ്രകാരം ഘടമെന്ന വസ്തു ഇല്ലാതായി തീരുമോ, അതുപോലെ സദ്വസ്തുവാകുന്ന സത്തയെ വേർതിരിച്ചാൽ ആകാശമാകുന്ന വസ്തു തന്നെ ഇല്ലാതായിത്തീരും. ഇത് മറ്റു ഭൂതങ്ങൾക്കും ബാധകമാണ് ഈ നിയമം. കാര്യങ്ങളിൽ നിന്ന് അസ്തിത്വത്തെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ശൂന്യം, ഇല്ലായ്മ, അഭാവം, വസ്തു തന്നെ ഇല്ലാതായിത്തീരും. അതിനാൽ ആകാശം ധർമ്മിയല്ല, ധർമ്മം മാത്രമാണ്. ആരുടെ ധർമ്മം? സത്തിന്റെ ധർമ്മം, അഖണ്ഡ ബോധത്തിന്റെ ധർമ്മം. ബോധത്തിലാണ് ആകാശം ഉള്ളതായി തീരുന്നത്. ആകാശത്തിന് ഉണ്മ നൽകുന്നത് ബോധമാണ്. ആകാശത്തിൽ ബോധത്തിന്റെ വ്യാപ്തി ഉള്ളത് കൊണ്ടാണ് ആകാശം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനാൽ ആകാശം ധർമ്മിയല്ല, ധർമ്മം മാത്രമാണ്. ആകാശത്തിന് പ്രത്യേകം സത്തയില്ല. കൂടാതെ സദ്വസ്തു ആകാശത്തിൽ എന്ന പോലെ മറ്റു ഭൂതങ്ങളിലും വ്യാപ്തമായിട്ടുണ്ട്. ആകാശത്തിൽ മാത്രമല്ല സത്തുള്ളത്, മറ്റു 4 ഭൂതങ്ങളിലും അതിന്റെ വ്യാപ്തിയുണ്ട്. എന്നാൽ അവയിലൊന്നും ആകാശത്തിന് വ്യാപ്തിയില്ല. ആ സ്ഥിതിക്ക് ആകാശത്തെ അപേക്ഷിച്ച് സദ്വസ്തുവിന് അധികം വ്യാപ്തിത്വമുണ്ട്. അതുകൊണ്ടും ആകാശം ധർമ്മിയല്ല, ധർമ്മമാണ്. ബോധത്തിന്റെ ഒരു പ്രകടനമാണ്, ഒരു സവിശേഷതയോ പ്രകടന വിശേഷമോ ആണ് ആകാശം. അപ്പൊ ആകാശം ഉണ്ട് എന്നുള്ള അനുഭവത്തില് ഉണ്മ നൽകുന്നത് സത്താണ്, പൊള്ളയാണ് എന്നുള്ള ഗുണം ആകാശത്തിന്റെയുമാണ്, അല്ലെങ്കിൽ മായയുടേതാണ്. ആകാശമാണല്ലോ മായയുടെ ആദ്യത്തെ പ്രകടനം. ഒരു കുടത്തിൽ നിന്ന് കളിമണ്ണിന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ കുടത്തിന് പ്രത്യേകം അസ്തിത്വം ഇല്ലാതാവുന്നത് പോലെ സത്തയെ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ ഇല്ല. ആകാശത്തിന്റെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ്. സത്തിനെ ആകാശത്തിൽ നിന്ന് വേർതിരിച്ചാൽ ആകാശമില്ല. ആകാശത്തിന് ഉണ്മ ലഭിച്ചിരിക്കുന്നത് സത്തുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ബോധത്തെ ആകാശമാകുന്ന ഗുണത്തോടു കൂടിയ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആകാശം തന്നെ പൊള്ളയാണ്, മായാകാര്യമാണ്, ഇല്ലാത്തതാണ്. ആകാശത്തിന്റെ ഉണ്മ തന്നെ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്, സത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ബോധം ആകാശമാകുന്ന ഗുണത്തോടു കൂടിയിരിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. കാരണം ആകാശം ഒരു വസ്തുവല്ല. ആകാശം ഒരു വസ്തുവാകണമെങ്കിൽ അതിന് ഉണ്മ, അസ്തിത്വം ഉണ്ടാകണം. പക്ഷെ അങ്ങനെയില്ല. ആകാശത്തിന്റെ ഉണ്മ തന്നെ സത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ആകാശമാകുന്ന സ്വരൂപത്തോട് കൂടിയതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ബ്രഹ്മം ആകാശ രൂപത്തിൽ കാണപ്പെടുന്നു എന്ന് പറയാം. അതിൽ കൂടുതലായി മറ്റൊന്നും പറയാൻ കഴിയുകയില്ല. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. അവകാശാത്മകം തച്ചേത് അസത്തതിഥി ചിന്ത്യതാം ഭിന്നം സതോ സച്ചനേതി വക്ഷിചേത് വ്യാഹതിസ്തവ. എതിർയുക്തിക്കാരൻ അല്ലെങ്കിൽ എതിർപക്ഷം, പ്രതിപക്ഷം, അയാൾക്ക് എന്ത് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം വേദാന്തിക്കാണ്. കാരണം എതിർക്കുന്നവന് എന്തു രീതിയിൽ എതിർക്കാമല്ലോ. അപ്പോൾ അയാളുടെ ചോദ്യത്തിന് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ വേദാന്തിക്ക് കഴിയണം. അതാണല്ലോ വേദാന്തത്തിന്റെ വിജയം, വേദാന്തത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. നോക്കൂ, അവകാശാത്മകം തച്ചേത്. അവകാശം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, അതായത് ആകാശം എന്നർത്ഥം, ഇടം, സ്ഥലം.
ആ അവകാശം സ്വരൂപമായിട്ടുള്ളതാണ് സത്ത് എന്ന് പറയുന്നത് ശരിയല്ല. ആകാശം ഇല്ലാത്ത വസ്തുവാണ് ബോധം എന്ന് പറയാമോ? അതും പറയാൻ പറ്റില്ല. ബോധം ആകാശത്തിൽ കാണപ്പെടുന്ന ഒരു ഭ്രമമാണ്. സദ്വസ്തുവിൽ നിന്ന് അത് വിലക്ഷണമാണെങ്കിലും ഉള്ളത് തന്നെ. ഈ ആകാശം എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധത്തെ വിട്ട് ആകാശത്തിന് നിലനിൽപ്പില്ല. സദ്വസ്തുവിന്റെ സ്വഭാവങ്ങളൊന്നും ആകാശത്തിനില്ല. സത്തുമായി ചേർന്നാലേ ആകാശം ഉള്ളതായി തീരൂ. സദ്വസ്തുവിൽ നിന്ന് വിലക്ഷണമാണ് ആകാശമെങ്കിലും അത് ഉള്ളതാണ്. അവകാശം അല്ലെങ്കിൽ ഒഴിവാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നുവെങ്കിൽ അത് ശരിയല്ല. അതായത് ആകാശത്തിൻ്റെ സ്വരൂപം ഒഴിഞ്ഞതാണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഒഴിഞ്ഞതാണെങ്കിലും അത് ഉള്ളതായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്. അപ്പൊ ഒഴിവാണ് ആകാശത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ ഉണ്മ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ സത്തിൽ നിന്ന് വിലക്ഷണം എന്ന് പറഞ്ഞാൽ സത്തിൽ നിന്ന് അന്യമാണ് ആകാശം, തികച്ചും ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ സത്തിൽ നിന്ന് തികച്ചും ഭിന്നമായത് ഏതാണ്? അസത്ത്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തത്. അപ്പോ ആകാശം എങ്ങനെ ഉള്ളതായി തീരും? തികച്ചും സത്തിൽ നിന്ന് വേറിട്ടതുമല്ല ആകാശം. എന്നാൽ സത്താണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. മായയാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അത് പെട്ടെന്ന് പിടികിട്ടുകയില്ല. ആകാശം അസത്ത് എന്നും പറയാൻ പറ്റില്ല, സത്തെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആകാശം എങ്ങനെ ഉള്ളതായിത്തീരും? അങ്ങനെയാണെങ്കിൽ സത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നാൽ അസത്തല്ല എന്ന് പറഞ്ഞാലോ? സത്തിൽ നിന്ന് വേറിട്ട് ആകാശത്തിന് നിലനിൽപ്പില്ല എന്നല്ലേ പറഞ്ഞത്? നമുക്ക് ആകാശത്തെ തന്നെ ഒരു വസ്തുവായി, ഒരു മൂലപ്പൊരുളായി അംഗീകരിക്കാം. അതിലെന്താ തെറ്റ് എന്നാണ് പൂർവപക്ഷി ചോദിക്കുന്നത്. അതായത് സത്തിൽ നിന്ന് വേറിട്ടതാണ് ആകാശം, പക്ഷേ അസത്വമല്ല എന്ന് കരുതിയാൽ എന്താ ദോഷം എന്ന് ചോദിച്ചാൽ, സത്തിൽ നിന്ന് വേറിട്ടത് എന്ന് പറഞ്ഞാൽ അസത്ത് എന്നല്ലേ അർത്ഥം? അസത്തായ ഒന്ന് അസത്തല്ലാത്തതുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്തിൽ നിന്ന് വേറിട്ടതാണ് പക്ഷേ അസത്തല്ല. സത്തിൽ നിന്ന് വേറിട്ടതിനെയാണ് അസത്തെന്ന് പറയുന്നത്. അസത്തായ ഒന്ന് എങ്ങനെ അസത്തല്ലാതാവും? പരസ്പര വൈരുദ്ധ്യം സംഭവിക്കും. പരസ്പര വൈരുദ്ധ്യം, സെൽഫ് കോൺട്രഡിക്ഷൻ എന്നാണ് പറയുന്നത്. അതിനെയാണ് സംസ്കൃതത്തിൽ വ്യാഹതി എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ പരസ്പര വൈരുദ്ധ്യമില്ലാതെ സംസാരിക്കണം, തർക്കിക്കണം. എന്നാലേ ആ തർക്കത്തിന് ഒരു വിലയുള്ളൂ, അതിനൊരു നിലയുള്ളൂ. വ്യാഹതി ദോഷമാണ് ഏതിൽ? ആകാശം സത്തിൽ നിന്ന് വേറിട്ടതുമാണ് എന്നാൽ അസത്വമല്ല എന്ന് പറഞ്ഞാൽ. അതിനാൽ സദ്വസ്തുവോട് കൂടാതെ ആകാശം എന്നൊന്നില്ലെന്ന് പറയാനേ വഴിയുള്ളൂ. സദ്വസ്തു ഇല്ലാതെ ആകാശമില്ല. എന്നാൽ ആകാശം സത്താണോ എന്ന് ചോദിച്ചാൽ സത്തുമല്ല. കാരണം ആകാശത്തിന്റെ ഉണ്മ സത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രമായ ഒന്നല്ല. അതായത് എന്താണ് ഈ ആകാശത്തിൽ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, വിശദമായി പറയും. ഈ ആകാശം എന്താണ്? ഗംഭീരമായ ചർച്ചയാണ്. ഗംഭീരം. മായയാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞത് കൊണ്ട് കാര്യം കഴിയില്ലല്ലോ. ആകാശം സത്തുമല്ല, അസത്തുമല്ല. അതിൽ സദംശവുമുണ്ട്, അസത്തിന്റെ സ്വഭാവവും ഉണ്ട്. നോക്കാം, നമുക്കിത് മുമ്പോട്ട് പോകുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. അടുത്ത പദ്യം വായിക്കാം. ഭാതീതി ചേത് ഭാതുനാമ ഭൂഷണം മായികസ്യ തത് യത് അസദ്ഭാസമാനം തത് മിഥ്യാ സ്വപ്ന ഗജാധിപത്. ആകാശം കേവലം ഇല്ലാത്ത വസ്തുവാണെങ്കിൽ അത് അനുഭവപ്പെടാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു സംശയം ഉദിക്കാം. ആകാശം ഇല്ലാത്തതാണെങ്കിൽ സ്വതന്ത്രമായ അസ്തിത്വം ഇല്ല എന്നല്ലേ പറയുന്നത്? സത്തിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ഉണ്മ സംഭവിക്കുന്നുള്ളൂ. ആകാശം കേവലം ഇല്ലാത്ത വസ്തുവാണെങ്കിൽ അത് അനുഭവപ്പെടാതെ തന്നെ ഇരിക്കണമായിരുന്നല്ലോ, പ്രതീതി തന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നാണെങ്കിൽ ആകാശത്തിന്റെ പ്രതീതി നമുക്കുണ്ട്, സ്ഥലം ഉണ്ട്, വ്യക്തമായിട്ടറിയാം. ഇടത്തിലാണ് മറ്റ് സാധനങ്ങളും ജീവികളും മനുഷ്യരും എല്ലാം കഴിയുന്നത്. ഭൂമിയിൽ സ്ഥലം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിന്റെ പ്രതീതി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അത് ഇല്ലാത്ത വസ്തുവാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നൊരു എതിരഭിപ്രായം
ഉണ്ടാവുന്നു. അതിന് വേദാന്തിക്ക് എന്താ പറയാനുള്ളത്? അത് സാരമില്ല എന്നാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടെന്നോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കി കാണിക്കുന്നതാണല്ലോ മായയുടെ സ്വഭാവം തന്നെ. അപ്പോ ആകാശം എന്നൊന്ന് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ തോന്നാൻ കാരണം മായയാണ്. അതിനെന്താ? അത് ഉള്ളതുപോലെ തോന്നിക്കോട്ടെ. മരുഭൂമിയിൽ വെള്ളമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാൾക്കറിയാം. മരുഭൂമിയിലാണല്ലോ വെള്ളത്തിന്റെ ഭ്രമം കാണപ്പെടുന്നത്. കണ്ടോട്ടെ. ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നതാണല്ലോ മായയുടെ വൈഭവം, അല്ലെങ്കിൽ മായയുടെ പ്രവൃത്തി തന്നെ. അത് മായയ്ക്ക് ഭൂഷണമാണ് എന്നാണ്, അലങ്കാരമാണ്. കാരണം മായ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തതിനെയൊക്കെ ഉള്ളതുപോലെ കാണിക്കുക. അതുകൊണ്ട് ആകാശം സത്തല്ലെങ്കിലും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ എന്തുകൊണ്ട് ഉള്ളതായി കരുതിക്കൂടാ? സ്വതന്ത്രമായ ഒരു ഉണ്മയായി എന്തുകൊണ്ട് കരുതിക്കൂടാ? കരുതാൻ പറ്റില്ല. കാരണം സത്തുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ് ആകാശം ഉള്ളതായി തീരുന്നത്. അല്ലാതെ ആകാശത്തിന് സ്വതന്ത്രമായ സത്തയില്ല. പിന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ആക്ഷേപമെങ്കിൽ ഇല്ലാത്തത് അനുഭവപ്പെടുന്നു. ആ ശക്തിയാണല്ലോ മായ എന്ന് പറയുന്നത്. അതാണ് ഭാതീതി ചേത് ഭാതുനാമ ഭൂഷണം മായികസ്യതത്. എല്ലാ മായാകാര്യങ്ങൾക്കും ഈ സ്വഭാവമുണ്ട്. എന്താണ്? യഥാർത്ഥത്തിൽ അവ ഇല്ലാത്തവയായിരിക്കെ തന്നെ ഉള്ളതുപോലെ കാണപ്പെടുന്നു. അതിനെന്താ? അത് മായയ്ക്കൊരു അലങ്കാരമല്ലേ? അവളുടെ പ്രധാന പണി തന്നെ ഇതല്ലേ, ഇല്ലാത്തതിനെ ഉള്ളതാക്കി കാണിക്കുക. അതുകൊണ്ട് ദോഷമില്ല. യത് അസത് ഭാസമാനം തത് മിഥ്യാ സ്വപ്ന ഗജാധിപത്. അസത്ത് ഉള്ളതുപോലെ തോന്നാം, യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണപ്പെടുന്നതിൽ വിരോധമില്ല. അതിനെയാണ് മായ എന്ന് പറയുന്നത്, മിഥ്യ എന്ന് പറയുന്നത്. എന്താണ്? യഥാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നതുമായ ഒന്ന്. അതാണല്ലോ മായ. അസത്താണെങ്കിലും ഭാസിക്കുന്നു, പ്രകാശിക്കുന്നു. ഏത്? ആകാശം മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം. ഏതുപോലെ? തത് മിഥ്യാസ്വപ്ന ഗജാധിപത്. നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ പല രൂപങ്ങളും നമ്മുടെ ഉള്ളിൽ തെളിയാറില്ലേ? ആ രൂപങ്ങളിൽ ഒരെണ്ണമെങ്കിലും സത്യമാണോ? നമ്മുടെ മനോമണ്ഡലത്തിൽ തെളിയുന്ന എന്തെങ്കിലും സത്യമാണോ? അല്ല. ഇനി സ്വപ്നത്തിൽ കാണുന്ന ആന തുടങ്ങിയ ദൃശ്യങ്ങൾ പലതും വാസ്തവമാണോ? പക്ഷേ ഇതൊക്കെ അനുഭവപ്പെടുന്നില്ലേ? വ്യക്തമായി അനുഭവപ്പെടുന്നില്ലേ? ആ അനുഭവത്തിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്തത് എങ്ങനെ അനുഭവപ്പെടും? അതിന്റെ പേരാണ് മായ. അതിന്റെ പേരാണ് മായ. സ്വപ്നമാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. ആകാശം കേവലം ഇല്ലാത്ത വസ്തുവാണെങ്കിൽ പ്രതീതി ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ പൂർവപക്ഷിയുടെ ആക്ഷേപമാണ് കേട്ടോ. ആകാശത്തിന്റെ പ്രതീതി ശരിക്കുള്ളതിനാൽ ഇല്ലാത്ത വസ്തുവാണ് എന്ന് എങ്ങനെ വിശ്വസിക്കാം എന്നാണെങ്കിൽ അത് സാരമില്ല. ഇല്ലാത്ത വസ്തു ഉള്ളതാണെന്ന് തോന്നിക്കലാണ് മായയുടെ സ്വഭാവം. അതിനാൽ ഇല്ലാത്ത ആകാശം ഉള്ളതായി തോന്നിക്കുന്നത് തന്നെയാണ് മായയ്ക്ക് ഭൂഷണമായിട്ടുള്ളത്, അല്ലെങ്കിൽ അലങ്കാരമായിട്ടുള്ളത്. കാരണം മായയുടെ സ്വഭാവം തന്നെ, അടിസ്ഥാന സ്വഭാവം തന്നെ ഇതാണ്. എന്നാൽ ഇല്ലാത്ത ഒന്ന് ഉള്ളതായി തോന്നപ്പെട്ടാലും അത് സ്വപ്നത്തിൽ കാണപ്പെട്ട ആനയെപ്പോലെ ഇല്ലാത്തത് തന്നെയാണ്. ഈ ഉണ്ട് എന്ന് അനുഭവിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാവണമെന്നില്ല കേട്ടോ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ഉണ്ടെന്ന് അനുഭവിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളവയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കുകയേ അരുത്. ഇല്ലാത്തതാണ് ഉള്ളതായി അനുഭവപ്പെടുന്നത്. ഉള്ള ആത്മാവിനെ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ഇതാണ് മായയുടെ സ്വഭാവം. ഉള്ളതിനെ ഇല്ലാത്തതായും അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെയും ഇല്ലാത്തവയെ ഉള്ളവയെ പോലെയും ആക്കി തീർക്കുന്നു മായാശം. മായാ സ്വപ്നത്തിൽ നിന്നുണരുമ്പോൾ അത് ബോധ്യമാവുകയും ചെയ്യും. എന്ത്? ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം. സ്വപ്ന ദൃശ്യങ്ങൾ എത്ര സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്, പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. അടുത്തത് ഒരു ചോദ്യം. ഉള്ളതും ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ ധർമ്മിയും ധർമ്മവും ഇങ്ങനെ ചേർന്ന് കാണപ്പെടാൻ പറ്റുമോ? അതായത് ആകാശം തികച്ചും ഇല്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആത്മാവിൽ നിന്ന് ഭിന്നമായ ഒരു അസ്തിത്വം അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദാഹരണമുണ്ടോ എന്നാണെങ്കിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകമായിട്ട് എടുത്ത്
ഉണ്മയെ സ്ഥാപിക്കാനും പറ്റില്ല. എന്നാൽ ഉണ്മയിൽ നിന്ന് അന്യവുമല്ല. അതിനുള്ള ഉദാഹരണമാണ് പറയുന്നത്. ജാതി വ്യക്തി ദേഹി ദേഹൗ ഗുണദ്രവ്യേ യഥാ പൃഥക് വിയത്സതോസ് തഥൈവാസ്തോ പാർത്ഥക്യം ഗോത്ര വിസ്മയഃ. ആകാശവും സദ്വസ്തുവും ധർമ്മവും ധർമ്മിയുമാണെന്ന് സമർത്ഥിക്കുന്ന പക്ഷം അവയ്ക്ക് രണ്ടിനും തമ്മിൽ ഭേദം കൽപ്പിക്കാൻ വയ്യ. കാരണം ആകാശമായി കാണപ്പെടുന്നത് സത്താണ് എന്നും പറയുന്നു. പക്ഷേ ആകാശത്തിന് സത്തിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ല എന്നും പറയുന്നു. സ്വതന്ത്രമായ അസ്തിത്വം ആകാശത്തിനില്ല. എന്നാൽ ബ്രഹ്മം തന്നെയാണോ ആകാശം എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരേ സമയം സത്തുമായി ചേർന്ന് നിൽക്കുകയും സത്തിന്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ആകാശം സദ്വസ്തു അല്ലെങ്കിൽ ആകാശം ബോധം, ഇത് രണ്ടുമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ആ ആകാശവും സദ്വസ്തുവും ധർമ്മവും ധർമ്മിയുമാണെന്ന് സമർത്ഥിച്ചു. എന്താണ്? സദ്വസ്തുവാണ് എവിടെയും ധർമ്മി. ആ സദ്വസ്തുവിന്റെ ഒരു സ്വഭാവമോ പ്രകടനമോ ആണ് ആകാശം എന്ന് സമർത്ഥിക്കുന്ന പക്ഷം അവയ്ക്ക് രണ്ടിനും തമ്മിൽ ഭേദം കൽപ്പിക്കാൻ വയ്യ. കാരണം ധർമ്മവും ധർമ്മിയും എപ്പോഴും ചേർന്നേ നിൽക്കൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? അഗ്നിയും അഗ്നിയുടെ ചൂടും. അഗ്നി ധർമ്മിയും ചൂട് അതിൻ്റെ ധർമ്മവുമാണ്. പക്ഷേ ഇവ രണ്ടും എപ്പോഴെങ്കിലും വേറിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ധർമ്മവും ധർമ്മിയും എപ്പോഴും ചേർന്നേ നിൽക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഒന്നാണ് എന്ന് കരുതുന്നതിൽ എന്താ തെറ്റ്? അതായത് ഒന്നുകിൽ ബ്രഹ്മത്തെ ആകാശം എന്ന് കരുതിയാലോ അല്ലെങ്കിൽ ആകാശത്തെ തന്നെ ബ്രഹ്മം എന്ന് കരുതിയാലോ എന്താ ദോഷം എന്ന് ചോദിച്ചാൽ അങ്ങനെ കരുതാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിൽ കണ്ടുവരുന്ന ധർമ്മധർമ്മികൾ എപ്പോഴും ഒന്നായിട്ടല്ലാതെ പിരിഞ്ഞു വേറെ ഇരിക്കുന്ന പതിവില്ല എന്നാണെങ്കിൽ അതുകൊണ്ട് ദോഷമില്ല. ധർമ്മവും ധർമ്മിയും എപ്പോഴും ലോകത്തിൽ ചേർന്നാണ് കാണപ്പെടുന്നത്. അവ പിരിഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആ വാദത്തോട് യോജിക്കാൻ നിവൃത്തിയില്ല. അതിനെന്താ ഉദാഹരണം പറയുന്നത്? ജാതിയും വ്യക്തിയും ദേഹിയും ദേഹവും ഗുണവും ദ്രവ്യവും അന്യോന്യം വ്യത്യസ്തങ്ങളായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇവ രണ്ടും വേർതിരിഞ്ഞ് കാണപ്പെടുന്നില്ല, എന്നാലും വേറെ വേറെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ജാതിയും വ്യക്തിയും. അവിടെ ജാതി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു സമൂഹം. ഇപ്പോൾ വൃക്ഷങ്ങളുടെ സമൂഹത്തെയാണല്ലോ നമ്മൾ കാട് എന്ന് പറയുന്നത്. ഈ കാട്ടിൽ വൃക്ഷങ്ങളല്ലാതെ വേറെന്തുണ്ട്? ചെടികളുണ്ട്, വള്ളികളുണ്ട്. അതിനെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് ഒരു കാട്ടിലുള്ള പ്രധാനമായിട്ടും വൃക്ഷങ്ങളാണ്. വൃക്ഷത്തിൻ്റെ കൂടെ ചെടിയും വള്ളിയും ഒക്കെ ഉണ്ടാകും. ഇവയിൽ നിന്ന് അന്യമായിട്ടൊരു കാടുണ്ടോ? ഇല്ല. അപ്പോൾ കാട്ടിൽ പല മരങ്ങളുണ്ട്, മരങ്ങളില്ലാതെ കാടില്ല. എന്നാലും മരവും കാടും വേറെ വേറെയല്ലേ? ഒന്നാണെന്ന് പറയുമോ? ഒരൊറ്റ മരമേ ഉള്ളൂ ഒരു വീട്ടിൽ. ആ വീട് കാടാണെന്ന് പറയാൻ പറ്റുമോ? കാട് എന്നുള്ള ആശയം മരം എന്നുള്ള ആശയവുമായിട്ട് ചേർന്നേ നിൽക്കുന്നുള്ളൂ. എങ്കിലും നമ്മൾ കാട് മരം എന്നുള്ള വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അങ്ങനെ കാണപ്പെടുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ കാട്ടിൽ മരങ്ങളല്ലാതെ വേറെ എന്താ ഉള്ളത്? ഇനി ഒരു മരം മാത്രമേ ഉള്ളൂവെങ്കിൽ അപ്പോൾ നമ്മൾ കാട് എന്ന് പറയുകയും ചെയ്യുന്നില്ല, അങ്ങനെ പറയുന്നുമില്ല. അപ്പോ ഒന്നും അതിൻ്റെ ധർമ്മവും ചേർന്നേ നിൽക്കുന്നുള്ളൂ എങ്കിലും വേറിട്ട് അവയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഒരു സമൂഹവും സമൂഹത്തിലുള്ള ഒരു പ്രത്യേക അംഗവും. ഇനി ഇതുപോലെ ദേഹിയും ദേഹവും. ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥം. ശരീരത്തിലാണ് ചൈതന്യം കുടികൊള്ളുന്നത്. എല്ലായിടത്തും ഉള്ളതാണെങ്കിലും ശരീരത്തെ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ചൈതന്യം, ജീവൻ എന്നൊക്കെ പറയുന്നത്. ഈ ദേഹവും ദേഹിയും ചേർന്നാണ് ലോകത്തിൽ കാണപ്പെടുന്നത്. എന്നാലും നമ്മൾ ദേഹം ദേഹി എന്ന് വേറെ ആക്കി പറയുന്നുണ്ടല്ലോ. അതുപോലെ ഒരു വസ്തുവും വസ്തുവിൻ്റെ ഗുണവും ദ്രവ്യവും ദ്രവ്യഗുണവും ഇവ വ്യത്യസ്തങ്ങളായിരിക്കുന്നുണ്ട്. പക്ഷേ ചേർന്നാണ് ഇരിക്കുന്നത്. ഒന്നിൽ നിന്ന് വേറൊന്നിനെ അകറ്റാൻ പറ്റില്ല, എന്നാലും വ്യത്യസ്തങ്ങളാണ്. അതുപോലെ ആകാശത്തിനും സദ്വസ്തുവിനും പൃഥക്ത്വമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറിട്ടവയാണ് എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതിലെന്താണ് ആശ്ചര്യപ്പെടാനുള്ളത്?
അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ, ബ്രഹ്മമാണുള്ളത്, അതിൽ ആകാശത്തിന്റെ തോന്നൽ കാണപ്പെടുന്നു. ആ ആകാശം ഉള്ളതായി തീരുന്നത് സത്തുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും സത്ത് വേറെ, ആകാശം വേറെ. ഇനി വേറെന്നൂടെ പറയാം, സത്തിനെ വിട്ട് ആകാശത്തിന് നിലനിൽപ്പില്ല, എന്നാൽ ആകാശത്തെ വിട്ടിട്ട് സത്തിന് നിലനിൽക്കാൻ കഴിയും. അതാണ് ഒരു ജ്ഞാനി ബോധാനുഭവത്തിൽ സാക്ഷാത്കരിക്കുന്നത്. ആകാശത്തിന്റെ കണിക പോലുമില്ല, സാന്ദ്രമായ ബോധം, അഖണ്ഡ ബോധം. അവിടെ ആകാശത്തിന്റെ അനുഭവമില്ല. അതുകൊണ്ട് ഈ ആകാശവും സത്തും വളരെ അടുത്ത് ബന്ധമുള്ളവയാണെങ്കിലും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതില് വിസ്മയിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കൂടാതെ എല്ലാ പദാർത്ഥങ്ങൾക്കും ബ്രഹ്മം അധിഷ്ഠാനമായിരിക്കെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ സത്തയുണ്ടാവാൻ വയ്യ. എല്ലാ വസ്തുക്കൾക്കും ആധാരം ബ്രഹ്മമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ കൂടാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അധിഷ്ഠാനത്തിൽ നിന്ന് വേറെയായി കൽപ്പിതത്തിന് സത്തയില്ലാത്തതിനാൽ എല്ലാ വസ്തുക്കൾക്കും പൊതുവെ സദ്വസ്തുവിനോട് അഭേദമാണുള്ളത്. എല്ലാറ്റിലും ഈ സത്ത് വ്യാപിച്ചു നിൽക്കുന്നു. വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവയൊക്കെ സത്തുമായി ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ ഈ നാമരൂപങ്ങൾ സത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. സത്തിൽ നാമരൂപങ്ങളുടെ ഭ്രമം തോന്നുന്നു, അത്രയേ ഉള്ളൂ. എങ്കിലും വ്യവഹാരത്തിന് വേണ്ടി കൽപ്പിത ഭേദങ്ങളെ അവഗണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിൽ വ്യവഹരിക്കാൻ നമുക്ക് ഭേദങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിലും ഇവയൊക്കെ സത്തിൽ നിന്ന് ഭിന്നങ്ങളല്ല, വേറിട്ടവയല്ല. എന്നാൽ സത്ത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ സത്തുമല്ല. ഇതാണ് മായയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വേറൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എതിർകക്ഷിക്കാരനില്ല, ഗ്രന്ഥകാരൻ തന്നെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അതിന് മറുപടി പറയുകയാണ്. ബുദ്ധോ വിഭേദോ നോ ചിത്തേ നിരൂഢിം യാതി ചേത്തദാ അനൈകാഗ്ര്യാത് സംശയാദ്വാ രൂഢ്യഭാവോസ്യ തേ വദ. ഇനിയുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ബുദ്ധോപി ഭേദഃ ചിത്തേ ന നിരൂഢിം യാതി. അങ്ങയുടെ ഈ യുക്തിയൊക്കെ കൊള്ളാം, ഞങ്ങൾക്ക് ബുദ്ധിപരമായി മനസ്സിലായി. എന്ത് മനസ്സിലായി? സത്ത് വേറെ ആകാശം വേറെ എന്നുള്ളത് മനസ്സിലായി. ആ ഭേദം ഞങ്ങൾക്ക് ഇപ്പൊ നല്ല പോലെ പിടികിട്ടി. അങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ചിത്തേ നിരൂഢിം നയാതി. മനസ്സിൽ ഇതങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ചില സമയത്ത് ഈ ആകാശം തന്നെയല്ലേ ബ്രഹ്മം എന്ന് തോന്നിപ്പോകുന്നു എന്നാണെങ്കിൽ, അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളോട് വേദാന്തിക്ക് ചോദിക്കാനുള്ളത് എന്തെന്നോ, ആയിക്കോട്ടെ സുഹൃത്തെ, താങ്കൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ മനസ്സിലായി, ആകാശം വേറെ സത്ത് വേറെ എന്ന് താങ്കൾക്ക് മനസ്സിലായാലും അത് ചിത്തത്തിൽ അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. വീണ്ടും ഞാൻ ഭ്രമിച്ചു പോകുന്നു. ഏത് കാര്യത്തിൽ? ഈ ആകാശവും സത്തും ഒന്ന് തന്നെയാണ് എന്ന് ചിലപ്പോൾ തോന്നുന്നു. അങ്ങനെ ഒരു ഉറപ്പ് വരുന്നില്ല ഞങ്ങൾക്ക് എന്നാണെങ്കിൽ ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്? അനൈകാഗ്ര്യാത് സംശയാദ്വാ. ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംശയമുള്ളത് കൊണ്ടോ രൂഢ്യഭാവോസ്യ ദേവത. ഈ ഉറയ്ക്കുന്നില്ല, മനസ്സിൽ ഇതങ്ങോട്ട് പിടികിട്ടുന്നില്ല, ബുദ്ധിയിൽ അങ്ങോട്ട് ശാശ്വതമായി പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് കാരണം ഏകാഗ്രത കുറവോ അല്ലെങ്കിൽ സംശയമോ എന്നൊന്ന് പറയൂ. അപ്പൊ കുറച്ചു പേര് പറയും ഞങ്ങൾക്ക് ഏകാഗ്രത കുറവ് കൊണ്ടാണ് സത്തും ആകാശവും ഒന്നാണെന്ന് ചിലപ്പോ തോന്നുന്നത്. വേറെ കുറെ പേര് പറയും ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട്, ഇത് രണ്ടും വേറെയാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഏകാഗ്രത കുറവോ അല്ലെങ്കിൽ സംശയമോ. എന്താണ് ഈ ആകാശം വേറെ ബ്രഹ്മം വേറെ എന്നുള്ള കാര്യം ഉറയ്ക്കാത്തതിന് കാരണം ഒന്ന് പറയൂ എന്നാണ് ചോദിക്കുന്നത്. ആകാശ സദ്വസ്തുക്കൾക്ക് തമ്മിലുള്ള ഭേദം ബോധ്യമാണെങ്കിലും മനസ്സിൽ ഉറയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടോ അഥവാ സംശയം തീരാത്തത് കൊണ്ടോ? ഇതൊന്ന് പറയൂ. എന്തായാലും പരിഹാരം ഞങ്ങളുടെ പക്കലുണ്ട്. എന്താണ് പരിഹാരം?
അതാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത്. അപ്രമത്തോ ഭവധ്യാനാദാദ്യേ അന്യസ്മിൻ വിവേചനം കുരു പ്രമാണയുക്തിഭ്യാം തതോ രൂഢതമോ ഭവേത്. തനിക്ക് എന്ത് അസുഖമാണെങ്കിലും, സാധാരണ വൈറൽ ഫീവർ ആണെങ്കിലും അല്ലെങ്കിൽ COVID-19 ആണെങ്കിലും മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് വേദാന്തി പറയുന്നത്. എന്താണ്? ഏകാഗ്രത കുറവ് ഒരു കാരണമാവാം, അല്ലെങ്കിൽ മനസ്സിൽ ഉറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ സംശയം, അതുകൊണ്ടാണ് മനസ്സിൽ ഈ ഭാവം ഉറയ്ക്കാത്തത് എന്നാണെങ്കിൽ, ആദ്യമായിട്ട് ഏകാഗ്രത കുറവാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ അപ്രമത്തോ ഭവധ്യാനാത്, ഈ പറയുന്ന കാര്യത്തെ പ്രമത്തനാകാതെ എന്ന് പറഞ്ഞാൽ പ്രമാദം സംഭവിക്കാതെ, പിഴവ് സംഭവിക്കാതെ നല്ല പോലെ ധ്യാനിച്ചുറപ്പിക്കൂ. ബോധം ആകാശത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നുള്ള കാര്യത്തെ. ഏകാഗ്രത കുറവ് എങ്ങനെ പരിഹരിക്കപ്പെടും? ഏകാഗ്രത നേടുക വഴി. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാറേ ക്ലാസ്സിൽ, എൻ്റെ മനസ്സ് അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി പറയുന്ന വിദ്യാർത്ഥിയോട് അധ്യാപകൻ എന്തായിരിക്കും പരിഹാരമാർഗം നിർദ്ദേശിക്കുക? കുഞ്ഞേ, നിനക്ക് ഏകാഗ്രപ്പെടാൻ കഴിയുന്നില്ലല്ലേ, ഞാൻ പറയുന്നതിൽ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലല്ലേ, എന്താ അതിന് പരിഹാരം? ശ്രദ്ധിക്കണം. അലഞ്ഞു തിരിയുന്ന മനസ്സിനെ അധ്യാപകന്റെ വാക്കുകളിലേക്ക് കേന്ദ്രീകരിക്കണം. അത് പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് വേണ്ടി അധ്യാപകന് ഏകാഗ്രത ഉണ്ടാക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കൂ കുട്ടികളെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കൂ. ഇങ്ങനെ പലതരത്തിലും തന്റെ വാക്കുകളിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടേയിരിക്കണം അധ്യാപകൻ. അതേ ഉള്ളൂ ഇവിടെയും രക്ഷ. ഏകാഗ്രത കുറവിന് പരിഹാരം ഏകാഗ്രത നേടുക എന്നുള്ളതാണ്. അപ്രമത്തോ ഭവധ്യാനാത്. മനസ്സിന് ഏകാഗ്രതയില്ലെങ്കിൽ ഈ സത്യത്തെ നല്ല പോലെ ധ്യാനിച്ചുറപ്പിക്കൂ. ഇനി ധ്യാനാത് ആദ്യത്തേത് എന്താണ്? ഏകാഗ്രത ഇല്ലായ്മയാണ്. അതിനുള്ള പരിഹാരം ധ്യാനം, ഏകാഗ്രത നേടുക എന്നുള്ളതാണ്. ഇനി സംശയം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അതിനുകൊണ്ട് പരിഹാരം അന്യസ്മിൻ വിവേചനം കുരു പ്രമാണയുക്തിഭ്യാം. രണ്ടാമത്തത് എന്താണ്? സംശയം. അതോ ഇതോ ഈ പറയുന്നത് എങ്ങനെ ശരിയാവും? ആകാശവും ബ്രഹ്മവും രണ്ടും സർവവ്യാപകമാണ്, എല്ലാറ്റിനും അധിഷ്ഠാനമാണ്, രണ്ടിനും അംശങ്ങളില്ല, അവയവങ്ങളില്ല. ഈ ആകാശത്ത് തന്നെ ബ്രഹ്മം എന്ന് കരുതുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ സംശയിക്കാൻ തുടങ്ങിയാൽ അതിനുള്ള മരുന്ന് എന്താണെന്നോ? വിവേചനം ഗുരു. നിന്റെ ബുദ്ധിയെ ആശ്രയിച്ച് രണ്ടിനെയും വിശകലനം ചെയ്ത് അവ വേറിട്ടവയാണ് എന്ന് മനസ്സിലാക്കും. എങ്ങനെ? പ്രമാണയുക്തിഭ്യാം. വേദങ്ങളുടെ പ്രാമാണികതയെ അംഗീകരിച്ചും ബുദ്ധി കൊണ്ട് യുക്തി വിചാരം ചെയ്തും ബോധവും ആകാശവും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ സംശയങ്ങൾ തീർന്നാൽ തതോ രൂഢതമോ ഭവേത്. ഈ ബ്രഹ്മഭാവന പാറ പോലെ ഉറയ്ക്കും. പാറ പോലെ. മരണത്തിൽ പോലും ആ ഉറപ്പിന് ഒരു ക്ഷയവും സംഭവിക്കുകയില്ല. ഞാൻ ബോധമാണ്, ഈ പ്രപഞ്ചം ബോധത്തിന്റെ പ്രകടനമാണ്, സംശയമേ വരില്ല. ഈ നിശ്ചയമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇത് അങ്ങേറ്റം ഉറയ്ക്കും എന്നാണ് വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത്. എന്ത്? ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള കാര്യം. മനസ്സിന് ഏകാഗ്രതയില്ലാത്തത് കൊണ്ടാണ് സദ്വസ്തുവിനും ആകാശത്തിനും തമ്മിലുള്ള ഭേദജ്ഞാനം ഉറയ്ക്കാത്തത് എങ്കിൽ അതിനെ തന്നെ നല്ലവണ്ണം വിചാരിച്ചുറപ്പിച്ചാൽ ആ കുറവ് തീരും. സൂക്ഷ്മമായി ആ വസ്തുവിനെ കുറിച്ച് വിചാരിച്ച് അതിൽ ഏകാഗ്രത നേടുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ മുറിക്കകത്ത് കയറി കണ്ണടച്ചത് കൊണ്ട് കാര്യമില്ല. ഈ കാര്യം ബുദ്ധിക്ക് പിടികിട്ടണം. അതിന് നല്ല പോലെ യുക്തി വിചാരം ചെയ്യണം. വേദങ്ങൾ കാണിച്ചു തരുന്ന ഉപനിഷത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ള യുക്തികളിലൂടെ ഈ കാര്യത്തെ ഉറപ്പിക്കണം. വ്യവസായാത്മിക ബുദ്ധി നേടണം. ഓക്കെ, അതല്ല സംശയം തീരാത്തത് കൊണ്ടാണ് മനസ്സിൽ ഉറയ്ക്കാത്തത് എന്നാണെങ്കിൽ പ്രമാണങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും തുടർച്ചയായി തത്വങ്ങളെ നിരൂപിക്കുന്ന പക്ഷം സംശയം തീർന്ന് ഉറപ്പ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വേണ്ടും വണ്ണം ശ്രമിച്ചാൽ വസ്തുക്കളുടെ യഥാതഥ ബോധത്തിന് അല്ലെങ്കിൽ ഭേദജ്ഞാനത്തിന് ഉറപ്പ് കിട്ടും. ഇവിടെ ഭേദജ്ഞാനം അഭേദജ്ഞാനമല്ലേ വേണ്ടത്?
ആ അദ്വൈത ജ്ഞാനത്തെ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭേദജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധം വേറെ, നാമരൂപങ്ങൾ വേറെ. ആകാശം ഉൾപ്പെടെയുള്ളവ ബോധത്തിലെ വെറും ഭ്രമമാണ്, ബോധമാകട്ടെ സത്യവസ്തുവും. ഇങ്ങനെ ഇവ തമ്മിൽ വേർതിരിക്കപ്പെടണം. ചിത്തും ജഡവും വേർതിരിയണം. എവിടെ? ബുദ്ധിതലത്തിൽ. ബുദ്ധിതലത്തിൽ, വിചാരതലത്തിൽ, അവിടെ മാത്രമേ വേർതിരിയൂ. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. ധ്യാനാൻ മാനാദ്യുക്തിതോപി രൂഢേ ഭേദേ വിയത്സതോഃ ന കദാചിത് വിയത് സത്യം സദ്വസ്തു ഛിദ്രവന്നച. ഇങ്ങനെ ധ്യാനത്തിലൂടെയും, ഏകാഗ്രത കുറവുള്ളവർക്കാണ് ധ്യാനം, സംശയമുള്ളവർക്ക് മാനവും യുക്തിയും ആണ് ആശ്രയം. മാനം പ്രമാണം, ആചാര്യന്മാരുടെ വാക്കുകളും ഉപനിഷത്തിന്റെ പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് മാനം അല്ലെങ്കിൽ പ്രമാണം. ആ പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നല്ല പോലെ യുക്തി വിചാരം ചെയ്താൽ വിയത്തും സത്തും വേറെ വേറെയാണ് എന്ന് ബോധ്യപ്പെടും. വിയത്ത് ആകാശം, സത്ത് ബോധം. ബോധവും ആകാശവും വേറെയാണ് എന്നുള്ളത് പിടികിട്ടും. എന്തിനാണ് ഇങ്ങനെ ഈ പിരിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്. ജഡബോധങ്ങളുടെ കൂടിക്കലർപ്പ്. അതുകൊണ്ട് നമുക്ക് ഈ ബോധത്തെ ജഡത്തിൽ നിന്ന് വേറിട്ട ഒന്നായി മനസ്സിലാക്കണം. അതിനാദ്യമായിട്ട് വേണ്ടത് ഈ ജഡങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമാണ് ബോധം എന്നുള്ള ബോധം ഉറയ്ക്കുക എന്നുള്ളതാണ്. ന കദാചിത് വിയത് സത്യം. ഇങ്ങനെ വിചാരം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാമെങ്കിൽ ആകാശം ഒരിക്കലും സത്യമാവില്ല എന്ന് പറഞ്ഞാൽ സദ്വസ്തുവാവില്ല. സദ്വസ്തു ഛിദ്രവന്നച. സത്ത് ഛിദ്രത്തോടു കൂടിയതുമാവില്ല. ഛിദ്രം എന്ന് പറഞ്ഞാൽ ദ്വാരം, അകം പൊള്ളയായിട്ടുള്ളത്. ബോധം സാന്ദ്രമാണ്, ആകാശം പൊള്ളയാണ്. എങ്ങനെ ഈ ബോധവും ആകാശവും ഒന്നാകും? സദ്വസ്തുവിൽ ഛിദ്രങ്ങളോ സുഷിരങ്ങളോ ഇല്ല. അത് അകം പൊള്ളയായ ഒന്നല്ല, കട്ടിപിടിച്ച ബോധമാണ്. എന്നാൽ ആകാശമാകട്ടെ പൊള്ളയാണ് അതിന്റെ സ്വരൂപം. ആകാശം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, കാലി, വെറും കാലി. ഏകാഗ്രമായ ചിന്തനം, പ്രമാണ ചർച്ച, യുക്തി എന്നീ മൂന്ന് ഉപാധികളിലൂടെ സദ്വസ്തുവിനും ആകാശത്തിനും തമ്മിൽ ഭേദമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആകാശമെന്ന ഒരു വസ്തു ഇല്ലെന്നും സദ്വസ്തുവിന് പരിച്ഛേദം സംഭവിച്ചിട്ടില്ലെന്നും ബോധിക്കാൻ കഴിയുകയും ചെയ്യും. ഈ ആകാശം തന്നെ ഇല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം എങ്ങനെ സത്യമാവും? പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ തെളിയില്ലേ? അതിനാണ് ഈ ആകാശത്തെ ചർച്ചയ്ക്ക് വിഷയമാക്കിയത്. അടുത്ത പദ്യം വായിക്കാം. ജ്ഞസ്യ ഭാതി സദാ വ്യോമ നിസ്തത്വോല്ലേഖപൂർവകം സദ്വസ്ത്വപി വിഭാത്യസ്യ നിച്ഛിദ്രത്വ പുരസ്സരം. ശരി, അതൊക്കെ ആയിക്കോട്ടെ. ഈ അജ്ഞാനികളുടെ കാര്യം അവിടെ മാറ്റിവെക്കും. ഒരു ജ്ഞാനി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെയും ആകാശത്തെയും വീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? പറയാം. വിദ്യാരണ്യ സ്വാമികൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? അദ്ദേഹത്തെക്കാളും വലിയ ഒരു ജ്ഞാനിയുണ്ടോ? അനുഭവ സമ്പന്നൻ, ഗംഭീരൻ. പഞ്ചദശി, ജീവൻ മുക്തി വിവേകം, ഈ രണ്ട് ഗ്രന്ഥങ്ങൾ മാത്രം മതി സത്യം തെളിഞ്ഞു കിട്ടാൻ. അത്ര ഗംഭീരമാണ് വേദാന്തത്തിൽ ഈ രണ്ട് ഗ്രന്ഥങ്ങൾക്കുമുള്ള സ്ഥാനം. ഒരു ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും അനുഭവം എന്ന് വിദ്യാരണ്യ സ്വാമികളെക്കാളും ഭംഗിയായി വർണ്ണിക്കാൻ മറ്റാർക്ക് കഴിയും? ജ്ഞസ്യ ഭാതി സദാ വ്യോമ. ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ഈ ആകാശം ഉള്ളതായി തന്നെ പ്രകാശിക്കും. ആകാശത്തെ ജ്ഞാനി അനുഭവിക്കുകയില്ലേ? ആര് പറഞ്ഞു? തീർച്ചയായും അനുഭവിക്കും, ഗംഭീരമായി അനുഭവിക്കും. പക്ഷേ നമ്മളും ആകാശത്തെ അനുഭവിക്കുന്നില്ലേ? ആ അനുഭവത്തിൽ നിന്ന് വേറിട്ടതാണ്. നമ്മൾ ആകാശത്തെ സത്യമാണ് എന്നാണ് കരുതുന്നത്. ആകാശത്തെ അനുഭവിക്കുന്നു, അതോടൊപ്പം അത് സത്യമാണ് എന്നും കരുതുന്നു. ജ്ഞാനിയുടെ അനുഭവം അങ്ങനെയല്ല. അദ്ദേഹവും നമ്മെപ്പോലെ ആകാശത്തെ അനുഭവിക്കുന്നു. പക്ഷേ നിസ്തത്വോല്ലേഖപൂർവകം അത് ഇല്ലാത്തതാണെന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് നല്ല ഉറപ്പുണ്ട്. ആകാശമില്ലാത്തതാണെങ്കിൽ പിന്നെ അതിൽ നിന്നുണ്ടായ മറ്റ് 4 ഭൂതങ്ങളും
എങ്ങനെ ഉള്ളതായിത്തീരും? ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിന് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ എന്ത് വാസ്തവികതയാണ് ഉള്ളത്? സാധ്യമല്ല. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ഉറപ്പുവരുന്നത്. അല്ലാതെ എന്തെങ്കിലും പാടി ഭഗവാനെ സ്തുതിച്ചത് കൊണ്ടോ ശയനപ്രദക്ഷിണം നടത്തിയത് കൊണ്ടോ അമ്പലത്തിൽ നേർച്ചയോ മറ്റു വഴിപാടുകളോ നടത്തിയത് കൊണ്ടോ ഈ സത്യം തെളിഞ്ഞു കിട്ടില്ല. ഇത് ബുദ്ധി കൊണ്ട് നേടേണ്ടതാണ്, സൂക്ഷ്മമായി വിശകലനം ചെയ്ത് നേടേണ്ടതാണ്. അതിന് ബുദ്ധിയെ തയ്യാറെടുപ്പിക്കാൻ മറ്റ് കർമ്മങ്ങൾ സഹായിക്കും എന്നുള്ളതല്ലാതെ ഈ സത്യം അവനവൻ ചിന്തിച്ചു ഉറപ്പിച്ച് നേടേണ്ടതാണ്. യസ്യഭാതി സദാ വ്യോമ നിസ്തത്വോല്ലേഖപൂർവകം. ആകാശം എന്നുള്ളത് താത്വികമായ ഒന്നല്ല, യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല, അതിന് യാതൊരു വാസ്തവികതയുമില്ല എന്നുള്ള അറിവോടുകൂടി ജ്ഞാനി ആകാശത്തെ അറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഈ ബ്രഹ്മത്തിന് സ്ഥാനമൊന്നുമില്ലേ? അതാ പറയുന്നു, സദ്വസ്ത്വപി വിഭാത്യസ്യ നിച്ഛിദ്രത്വ പുരസ്സരം. സദ്വസ്തുവും ഈ ആകാശത്തോടുകൂടെ ചേർന്ന് കാണപ്പെടുന്നു. ഈ ആകാശത്തെ ജ്ഞാനി അനുഭവിക്കുമ്പോ അത് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആകാശത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സദ്വസ്തുവിനെയും അദ്ദേഹം കാണുന്നു. അത് നിച്ഛിദ്രത്വ പുരസ്സരം, ഛിദ്രങ്ങളില്ലാത്തതാണ്, ദ്വാരങ്ങളോ സുഷിരങ്ങളോ ഇല്ലാത്തതാണ്, ഒഴിവില്ലാത്തതാണ്, പൊള്ളയല്ലാത്തതാണ്. ഏത്? ബോധം. ആ ബോധമാണ് ആകാശരൂപം കൈക്കൊണ്ട് തന്റെ മുമ്പിൽ പ്രകാശിക്കുന്നത് എന്നും കൂടെ ജ്ഞാനി കാണും. അപ്പോ ഒരു ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും അനുഭവങ്ങൾ തമ്മിൽ അജഗജാന്തരമാണുള്ളത്. ആനയും ആടും പോലെയാണ്. ഒരാള് സത്യത്തെ കാണുന്നേയില്ല, ആകാശത്തെ മാത്രമേ കാണുന്നുള്ളൂ. ആകാശം പരമസത്യമാണെന്ന് അയാൾ വിചാരിക്കുകയും ചെയ്യുന്നു. ആര്? അജ്ഞാനി. എന്നാൽ ജ്ഞാനിയോ, അദ്ദേഹം ആകാശത്തെ അജ്ഞാനിയെ പോലെ തന്നെ അനുഭവിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇല്ലായ്മ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നല്ല പോലെ ഉറച്ചു പോയിരിക്കുന്നു. ഇനി ആ ആകാശത്തിലുടനീളം വ്യാപിച്ചു നിൽക്കുന്ന സത്തയെ, സദ്വസ്തുവിനെ, ബ്രഹ്മത്തെ, ഈശ്വരനെ, ഭഗവാനെ, സത്യത്തെ അദ്ദേഹം കാണുന്നു. അതും ചേർത്ത് കാണുന്നു അദ്ദേഹം. അത് ഒഴിവില്ലാത്തതാണ് എന്നും കാണുന്നു. അതിൽ ഇടവെളിയില്ല, ആകാശമില്ല, അത് നിബിഡമാണ്, ഘനീഭവിച്ചതാണ്. ആ ഘനീഭവിച്ച ബോധത്തിലെ വെറും ഒരു തോന്നലാണ് എന്റെ മുമ്പിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ അനന്തമായ ആകാശം എന്നാണ് ഒരു ജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്നത്. കൽപ്പനാസ്വരൂപമായ ആകാശത്തെയും സത്തയാകുന്ന ബ്രഹ്മത്തെയും തിരിച്ചറിയുന്ന ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ആകാശം ഒരു തത്വമാണെന്നോ എന്ന് പറഞ്ഞാൽ വാസ്തവികതയുള്ള ഒന്നാണെന്നോ സദ്വസ്തു പരിച്ഛേദമുള്ളതാണെന്നോ തോന്നാൻ അവകാശമില്ല. ആകാശം ഒഴിഞ്ഞതാണ്, അത് ഇല്ലാത്തതാണ് എന്ന് ജ്ഞാനി അറിയുന്നു. അതോടൊപ്പം സത്ത് ഒഴിഞ്ഞതല്ല, നിറഞ്ഞു നിൽക്കുന്നതാണ്, പൂർണ്ണമായ വസ്തുവാണ്, ആകാശത്തിന് പോലും ഉണ്മ കൊടുക്കുന്നതാണ്, അത് സാന്ദ്രമാണ് എന്നും അദ്ദേഹം കാണുന്നു. ഇതാണ് ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം. ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള പദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിക്കാം.